ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും വ്യാജ വാർത്തയ്ക്ക് മാപ്പില്ല. പി കെ ശ്രീമതിക്കെതിരായ വ്യാജ വാർത്തയിൽ ഇടപെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി. പരാതിയിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പി കെ ശ്രീമതി നൽകിയ പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ചെയ്തു. റോഷി ബാൽ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. റോഷി, MLA ഭാര്യയായി നടിച്ച് പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു വ്യാജ പരാതി. അത്തരത്തിലുള്ള വ്യാജ ആരോപണമാണ് ഈ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. വർഷങ്ങളോളം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന പി കെ ശ്രീമതി, മന്ത്രിയും MLA ഒക്കെ ആയിരുന്ന ശ്രീമതി ഇന്നലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്ന ആ ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ ഒരു സംഭവം, ഈ ഒരു പരാതി മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയാണ് അല്ലേ? അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത് ചർച്ചയായത്. പി കെ ശ്രീമതി ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുക വൈകാരികമായിട്ടായിരുന്നു പ്രതികരിച്ചത്. അതിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി VD സതീശന് ആ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പരാതി നൽകി. നിയമ പോരാട്ടത്തിന് തന്നെയാണ് പി കെ ശ്രീമതി തയ്യാറെടുത്തത്. കാരണം വ്യാജമായി ആൾമാറാട്ടം നടത്തി മറ്റൊരാളുടെ ഭാര്യ എന്ന് നടിച്ചുകൊണ്ട് പെൻഷൻ വാങ്ങുന്നു പി കെ ശ്രീമതി എന്ന തരത്തിലാണ് ചില യൂട്യൂബേഴ്സ് വ്യാപകമായി പ്രചാരണം നടത്തിയത്. ഒന്നിൽ കൂടുതൽ യൂട്യൂബേഴ്സാണ്, അത് സംഘപരിവാറുമായി ഏറെ അടുപ്പമുള്ള യൂട്യൂബേഴ്സാണ് ഇത്തരം പ്രചാരണം നടത്തിയത്. അതിന് തൊട്ടുപിന്നാലെയാണ് രൂക്ഷമായ പ്രതികരണം CPM കേന്ദ്രങ്ങളിൽ നിന്ന് വരികയും ചെയ്തത്. ആ കാര്യത്തിൽ അതിന്റെ തെളിവുകളടക്കം അങ്ങനെ പണം കൈപ്പറ്റിയത് പി കെ ശ്രീമതി അല്ല എന്നതും ആ MLA ഭാര്യ തന്നെയാണ് പണം കൈപ്പറ്റിയതെന്ന് മകനടക്കം പ്രതികരണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. ഏതായാലും ഈ സംഭവത്തെ അതീവ ഗൗരവമായിട്ടാണ് സർക്കാർ കാണുന്നത്. കാരണം ഒരു മുൻ MLA, മുൻ മന്ത്രിക്കെതിരെ ഇത്രയും വ്യാജമായ വിവരങ്ങൾ പടച്ചുവിടുന്ന ഒരു സാഹചര്യം, അത് ഗൗരവത്തോടെ തന്നെ കണ്ടുകൊണ്ട് അതിൽ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് ആ പരാതി കൈമാറിക്കൊണ്ട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. വൈകാതെ തന്നെ ഈ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകും. 3 യൂട്യൂബേഴ്സിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. 3 യൂട്യൂബേഴ്സിനെതിരെയും മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും പി കെ ശ്രീമതി തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ നീക്കങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനനുസരിച്ചായിരിക്കും മറ്റ് നിയമ നടപടി, കോടതിയടക്കം സമീപിക്കാനുള്ള തീരുമാനം പി കെ ശ്രീമതി സ്വീകരിക്കുക. ശരി, റോഷിബാലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.